ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ തന്നെയാണ് അല്ലേ. നമ്മൾ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞു, അതുപോലെ ഉണ്ടെന്ന് പറയാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പോവുകയായിരുന്നു, ഞാൻ ബീച്ചിലായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഞാൻ പോവുകയായിരുന്നു, ഐ വാസ് ഗോയിങ്. അവിടെ നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യുക. ഐ വാസ് ഗോയിങ്, ഞാൻ പോവുകയായിരുന്നു. ഞാൻ പഠിക്കുകയായിരുന്നു, ഐ വാസ് സ്റ്റഡിയിങ്. ഞാൻ പഠിക്കുകയായിരുന്നു. ഞാൻ ടി വി കാണുകയായിരുന്നു, ഐ വാസ് വാച്ചിങ് ടി വി. ഞാൻ ടി വി കാണുകയായിരുന്നു. ഇനി ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നു, ഐ വാസ് റീഡിങ് ന്യൂസ് പേപ്പർ. ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നു. ഇനി ഞാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഇതിനൊക്കെ നമ്മൾ ഒന്നുകൂടി കുറച്ച് ലെങ്ത് ആയിട്ടുള്ള സെൻറ്റൻസ് പറയട്ടോ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നീ വന്നപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വാസ് യൂസ് ചെയ്ത് പറയേണ്ടത് കേട്ടോ. അപ്പോൾ എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വാസ് ഈറ്റിംഗ് ഫുഡ് വെൻ യു കെയിം. നീ വന്നപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഇങ്ങനെ പറയുമ്പോഴാണ് ഈ സെൻറ്റൻസ് ഒരു പൂർണ്ണമാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വാസ് യൂസ് ചെയ്യുന്നത് എവിടേക്കാണ്? അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വാസ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയും നമ്മൾ വാസ് യൂസ് ചെയ്യും. ഇനി അവൾ എന്നെ വിളിക്കുകയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ, ഷി വാസ് കോളിങ് മീ. അവൾ എന്നെ വിളിക്കുകയായിരുന്നു എന്ന് പറയാം. ഇനി അവർ കളിക്കുകയായിരുന്നു എന്ന് പറയുകയാണെങ്കിലോ, അവിടെ നമ്മൾ വേർ ആണ് യൂസ് ചെയ്യേണ്ടത്. ദേ വർ പ്ലേയിങ്. അവർ കളിക്കുകയായിരുന്നു അല്ലേ. ദേ വർ പ്ലേയിങ്. അനുവും രാജുവും ഉറങ്ങുകയായിരുന്നു. ഞാൻ വന്നപ്പോൾ അനുവും രാജുവും ഉറങ്ങുകയായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. എങ്ങനെ പറയാ? അനു ആൻഡ് രാജു. രണ്ട് നെയിം ആകുമ്പം അതും പ്ലൂരലാണ്. അപ്പം ആൻഡ് രാജു were sleeping. അപ്പോൾ ഈ വോസും വേറും വരുന്ന സമയത്ത് നമ്മൾ ഈസാറാമിൽ പറഞ്ഞതുപോലെ തന്നെ എന്ത് യൂസ് ചെയ്യണം? ING ഫോം വെർബിൻ്റെ കൂടെ യൂസ് ചെയ്യണം. അനു ആൻഡ് രാജു were sleeping when I came. ഞാൻ വന്നപ്പോൾ അനുവും രാജുവും ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഇത്രയും സെൻറ്റൻസ് ക്ലിയർ ആയാലും വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നീ നീന്തുകയായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കും? നീയാണ് സബ്ജക്റ്റ്. അപ്പം നീ എന്ന് പറയുന്നത് ഒരു പ്ലൂരലാണ്. were you swimming അല്ലേ. were you swimming? നീ നീന്തുകയായിരുന്നു. ഞാൻ നീന്തുകയായിരുന്നു. I was swimming. ഞാൻ നീന്തുകയായിരുന്നു. ഇനി നീ കുളിക്കുകയായിരുന്നോ എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നീ കുളിക്കുകയായിരുന്നോ എന്നുള്ളത് എങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ ആൻസറും ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇനിയും ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.